ഒരു 3 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ എപ്പോഴത്തെയും പോലെ ഒരു സോളോ സ്ക്വാഡ് മാച്ചാണ്. നമ്മുടെ മൊബൈലിൽ ലാഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര ആയതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ വീഡിയോ ഒന്നും ഉണ്ടാക്കാനായിട്ട് പറ്റാത്തത്. പക്ഷേ ഇപ്പം നമ്മളൊരു പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ ബെർമുഡ മാപ്പിലാണ് ഇറങ്ങുന്നത്. ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഗെയിമിൽ കളിക്കുമ്പോഴത്തേക്ക് പണ്ടത്തെ പോലെ അത്ര ഇതായിട്ടൊന്നും സെറ്റിങ്സ് ഒന്നും ശരിയാവുന്നില്ല, എങ്കിലും ഒരു ഇതൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. നൈസായിട്ട് നമ്മൾ ബെർമുഡയിൽ പീക്കിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ആദ്യം തന്നെ ഇറങ്ങിയിട്ട് നമുക്കൊരു ലൂട്ടൊക്കെ ഒന്ന് അടിക്കണം. കുറച്ച് ലൂട്ടൊക്കെ അടിച്ചിട്ട് നമുക്ക് വരുന്ന എനിമീസിനെയൊക്കെ കൊല്ലാം. ഞാൻ ഈ BR റാങ്ക് അധികം കളിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് റാങ്ക് കുറച്ച് കുറവാണ്. പ്ലാറ്റിനം 2 ആ ഒരു റേഞ്ചിലുള്ള റാങ്ക് എന്തേ എനിക്കുള്ളൂ. എന്തായാലും നമ്മൾ ഉടൻ തന്നെ ഹീറോയ്ക്ക് അടിക്കുന്നതാണ് വെച്ചാൽ ഗൈസ്. എന്തായാലും ഫസ്റ്റത്തെ ഒരു എനിമി എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. നൈസായിട്ട് നമ്മുടെ ഈ ഒരു ഗണ്ണ് വെച്ച് അവനെ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അവസാനം അവനെ ഒന്ന് നോക്ക് ആക്കിയിട്ടുണ്ട് വെച്ചാൽ അവനെ നമുക്ക് പയ്യെ ഫിനിഷ് ചെയ്യാം. പക്ഷേ അവൻ്റെ ആ ശിങ്കടി എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് തന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി മുങ്ങി ഇങ്ങ് വന്നിട്ടുണ്ട്. നൈസായിട്ട് തൊട്ട് ഫ്രണ്ട് ഒരു എനിമി വന്നിട്ട് അവനൊരു ഹെഡ്ഷോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചങ്ക് നമുക്ക് റീൽ അയച്ചു തരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം റീൽ അയച്ചു തന്നു. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് എന്തായാലും കളി ഒന്ന് ബുയ അടിക്കാനായിട്ട് നോക്കാം. എന്തായാലും MB40യും M4 റൗണ്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ള, ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാൻ മറന്നിട്ടുണ്ട്. ഇനി ഒന്നേന്ന് തുടങ്ങണം. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് റോഡ് ടു 35K സബ്സ്ക്രൈബേഴ്സാണ്. ലൈവും 4 ദിവസം കൊണ്ട് ഇടാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഗിൽഡ് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ നടത്തി, ഒരുപാട് നാളെ ഗിൽഡ് റിക്രൂട്ട്മെൻറ്റ് നടത്തി ഗിൽഡൊക്കെ നല്ല പവറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലും കുറച്ച് സെറ്റ് ചെയ്യണം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ഞാൻ നോക്കും. കുറേ ദിവസമായി വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. എന്തായാലും ഞാൻ വീണ്ടും ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. ആ രണ്ടും ഫിനിഷ് ചെയ്ത് നമുക്കൊരു 3 കില്ല് കിട്ടും. ഇടയ്ക്കൊരു കില്ല് എനിക്ക് കിട്ടിയിട്ടില്ല. അതെന്തോ ബഗ് അടിച്ചോ കഴപ്പ് കാണിച്ചോ എന്തോ കിട്ടാത്തതാണ്. ഈ സമയം നമുക്ക് നല്ല ഡാമേജ് വന്നിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രം നമ്മൾ ചത്തില്ലെന്ന് പറയാം. എന്നാലും നൈസായിട്ട് നമുക്ക് മെഡിക്കിറ്റ് അടിച്ച് അടുത്ത എനിമീൻ്റെ അടുത്ത് പോവാം. ലൈഫൊക്കെ ഒരുവിധം സെറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത എനിമീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അവൻ്റെ തൊട്ട് ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. നൈസായിട്ട് ഞാൻ ഡാമേജ് കൊടുക്കാൻ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റിങ്സ് ഒന്നും അത്ര കറക്റ്റായിട്ട് എനിക്ക് വരുന്നില്ല. ഇരുന്ന് ഗ്ലൂ ഇടാനോ ആ സിറ്റിൻ്റെ ബട്ടണൊന്നും കറക്റ്റായിട്ട് ഞാൻ തൊട്ട് ഇത് പഠിക്കണം. കുറച്ചൊന്ന് സെൻസിറ്റിവിറ്റിയൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് കളിക്കുമ്പോൾ ചെറിയൊരു ഇതുപോലെ തോന്നുന്നുണ്ട്. അതെന്തായാലും പയ്യെ മാറും. എന്തായാലും എൻ്റെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ സ്പെക്കിൽ നിൽക്കുന്നുണ്ട്. ഇതൊരുവിധം കളിക്കാൻ അറിയാവുന്നുള്ള ഒരു എനിമിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കളിക്കാൻ അറിയാമെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നൈസായിട്ട് അവനെ കൂടെ അങ്ങ് അടിച്ചിട്ട് 6ാമത്തെ കില്ല് കംപ്ലീറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. നൈസായിട്ട് നമ്മളങ്ങനെ സോളോ സ്ക്വാഡ് ഈ ഒരു BR റാങ്ക് മാച്ചിൽ 6 കില്ല് എടുത്തിട്ടുണ്ട്. നിങ്ങൾ BR റാങ്ക് മാച്ചിൽ എടുത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ സോളോ സ്ക്വാഡല്ല, സോളോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ കില്ല് എത്രയാണെന്ന് ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾ എത്ര കില്ലെടുത്തെന്ന് അറിയാൻ പറ്റും. അടുത്ത വീഡിയോയിൽ നമ്മളെന്തായാലും അതിനെക്കാട്ടിയും കൂടുതൽ കില്ലെടുത്ത് വീഡിയോ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. നമ്മളെന്തായാലും ഇപ്പോൾ 7 കില്ല് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗിൽഡിൽ കയറാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലോ ആഗ്രഹം ഉണ്ടെങ്കിലോ നമ്മൾ തിങ്കളാഴ്ച വൈകിട്ട് നമ്മുടെ ലൈവിൽ എന്നും നമ്മുടെ ലൈവ് ഇടുന്നതാണ്. ഇനിയുള്ള കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം ഞാൻ ലൈവ് ഇടാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ തിങ്കളാഴ്ചത്തെ ലൈവിൽ നമ്മുടെ ഗിൽഡ് റിക്രൂട്ട്മെൻറ്റ് ലൈവ് ആയിരിക്കും. അതിൽ ഗിൽഡ് ടെസ്റ്റിൽ 1 vs 3 ജയിക്കുന്ന ആൾക്കാർ നമ്മൾ ഉറപ്പായിട്ട് ഗിൽഡ് കയറ്റുന്നതായിരിക്കും. നമ്മുടെ ഗിൽഡ് ലെവൽ 7 ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ 7 ആയതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. 7 ആക്കാൻ സഹായിച്ച നമ്മുടെ ഗിൽഡിലുള്ള ചങ്ക് മച്ചാന്മാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും ഗ്ലോറിയൊക്കെ അടിച്ച് പവറാക്കുക. നമുക്ക് ലെവൽ 8 ഇല്ല, അതുകൊണ്ട് നമുക്ക് ലെവൽ 7 മാക്സ് ആക്കണം. അതുകൊണ്ട് തന്നെ അതുപോലെ നമ്മൾ നെക്സ്റ്റ് കില്ലിന് വേണ്ടി പോവുകയാണ്. 9ാമത്തെ കില്ല് എടുക്കാനായിട്ട് വെയിറ്റിംഗ് ആണ്. സ്കാറ് ത്രിബിളൊന്നും ആക്കാനുള്ള ചിപ്പ് നമ്മുടെ കയ്യിലില്ല. എന്തായാലും നമുക്ക് MB40 ഉണ്ട്. അടുത്തൊരാണെങ്കിൽ അത്ര കുഴപ്പമില്ലാത്തൊരു ഗണ്ണാണ്. എങ്കിലും 16 പേര് ഇനിയും അലൈവ് ബാക്കിയുണ്ട്. അവരെ കൂടെ കൊന്നാലേ നമുക്ക് ബുയ അടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും മാക്സിമം അവരെ കൂടെ കൊന്ന് നമ്മൾ മാക്സിമം അങ്ങറ്റം ബുയ അടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ നമ്മളങ്ങ് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല, അവർ നമ്മളെ കൊന്നോളും. എന്തായാലും നമുക്ക് നോക്കാം. 17ാമത്തെ കില്ല് 9ാമത്തെ കില്ല് നമുക്ക് എടുക്കാനായിട്ട് നോക്കാം. 9ാമത്തെ കില്ലിന് വേണ്ടി ഞാൻ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരാൾ താഴെ കൂടെ പോകുന്നുണ്ട്. നൈസായിട്ട് അവന് ഡാമേജ് കൊണ്ടിട്ടില്ല ഗൈസ്. സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് ഗൈസ്. ആരാണ് സൈഡിൽ നിന്ന് അടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങ് ലോങ്ങിൽ നിന്ന് ഒരു എനിമി അടിക്കുന്നുണ്ട്. നൈസായിട്ട് നമ്മൾ ഫുൾ ഡാമേജ് കൊടുത്തു, ചത്തില്ല. എന്തായാലും നമ്മൾ ഇനി ആ ഒരു കില്ലിന് വേണ്ടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ
100% എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ശവം ഇന്ന് എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സോണിൽ കയറി സേഫായിട്ട് എവിടെയെങ്കിലും പോയതിന് ശേഷം നമുക്ക് കില്ലെടുക്കാനായിട്ട് നോക്കാം. അവൻ വീണ്ടും എനിക്ക് അല്പം ഡാമേജ് തന്നിട്ടുണ്ട്. എന്തായാലും ആ ഡാമേജൊന്നും നമുക്കൊരു വിഷയമല്ല. നമുക്ക് ഓടി സോണിൽ കയറാൻ നോക്കാം. സോണ് പവർ കൂടിക്കൂടി വരെയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എനിമീസൊക്കെ സ്ക്വാഡായിട്ട് അവരവരുടെ സ്ക്വാഡുമായിട്ട് ട്രാക്ടറിലൊക്കെ പോവുകയാണ്. അവരിടയിലെങ്ങാനും പെട്ട് പോവുകയാണെങ്കിൽ എൻ്റെ പെട്ടി എടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ച് നല്ല കഷ്ടപ്പെട്ട് നോക്കി കളിക്കണം. ഞാൻ ഒരു സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ BR റാങ്ക് സോളോ സ്ക്വാഡ് മാച്ചാണ് ഈ മാച്ച്. നമ്മൾ മൊബൈൽ വാങ്ങിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം കളിക്കുന്ന ഒരു BR റാങ്ക് മാച്ചാണ്. അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. വലിയ ലാഗും കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളങ്ങനെ ലൂട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൂട്ടൊക്കെ എടുത്തിട്ട് അടുത്ത എനിമിയെ കൊല്ലാനായിട്ട് നമുക്ക് പോവാം. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഏതാണെന്നും കൂടെ ജസ്റ്റ് ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ വൈകിട്ട് ലൈവൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുക. ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ലൈവ് കാണാനും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡേർഡൊക്കെ ഇട്ട് കളിക്കാനായിട്ട്. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റാൻഡേർഡ് ഇട്ടൊരു ഗെയിം കളിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഗ്രാഫിക്സ് അതുപോലെ തന്നെ കോസ്റ്റ്യൂം കളക്ഷനൊക്കെ ഏകദേശം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ലൈവിലും അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ കാണുന്നതിലുള്ള ഏറ്റവും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ലാഗ് ഇല്ലാതെ എനിക്കിങ്ങനെ കളിക്കാൻ പറ്റുന്ന. ഒരുപാട് സന്തോഷമുണ്ട് ഹെൽപ്പ് ചെയ്തതിനും അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്തതിനും ലൈവിലൊക്കെ സൂപ്പർ ചാറ്റ് ചെയ്തതുമായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷം എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും അതിനും ഒരുപാട് സന്തോഷം ഞാൻ പറയുന്നുണ്ട്. ഇനി ഇതുപോലെ അടിപൊളി സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ലൈവിൽ ഒരുപാട് ഗീവ് അവേ ഒക്കെ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം നമ്മൾ വൈകാതെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിടുന്ന ഷോർട്ട് വീഡിയോ ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് നമ്മുടെ ഷോർട്ട് വീഡിയോസിലൊക്കെ ഒന്ന് ഇട്ടാണെങ്കിൽ അതിന് റീച്ചൊക്കെ കൂടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടാൻ ഒന്നും മറക്കരുത്. എന്തായാലും വേറൊരു എനിമി വരുന്നുണ്ട് ഗൈസ്. നൈസായിട്ട് അവൻ്റെ തലവിടാൻ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അവൻ്റെ ടീം ലോങ്ങിലായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ അടിക്കാൻ നോക്കുന്നുണ്ട്, പറ്റുന്നില്ല. 1-2 ടീം ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അടിക്കാൻ പറ്റാത്ത. നമുക്ക് എന്തായാലും ഇവനെ ഒന്ന് ഫിനിഷ് ചെയ്യാം. നൈസായിട്ട് നമ്മളിരുന്ന ആ പ്ലെയറിനെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 11 കില്ലായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഇനി 12ാമത്തെ കില്ലിന് വേണ്ടി നോക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ കഴപ്പ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടിയിലാവും. അതുകൊണ്ട് നമ്മൾ കഴപ്പ് അല്പം കുറച്ച് കാണിക്കാം. എന്തായാലും 11 കില്ലായി. ഇനി ബുയയാണ് നമ്മുടെ ലക്ഷ്യം. അത്രയും ലക്ഷ്യം കൂടെ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ ഒരു മാച്ച് തന്നെ ബുയ അടിക്കുന്നതെന്ന് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഇല്ല. പക്ഷേ ഇല്ല രസമായിരിക്കും. എനിക്ക് അത്ര കഷ്ടപ്പെടാതെ ഒരു ബുയ കിട്ടിയ ഓസന കിട്ടുന്ന ബുയ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. നൈസായിട്ട് ഡാമേജ് എടുക്കുന്നുണ്ട്. 12 കില്ല് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഡാമേജിൽ വീണ്ടും ഒരു കില്ല് കിട്ടിയിട്ടുണ്ട്. 13 കില്ല് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അലൈവ് 3 പേരാണ്. അവരൊരു ടീം ആയിരിക്കാനാണ് ചാൻസ് കൂടുതലും. എന്തായാലും അവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചിടാം. ഗൈസ് അങ്ങനെ നൈസായിട്ട് ഒരു നോക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവൻ്റെ ടീംമേറ്റിനെ കൂടെ കൊല്ലുകയാണെങ്കിൽ നമ്മൾ നൈസായിട്ട് ഒരു മാച്ച് ബുയ അടിക്കുന്നതാണ്. ഒന്നും പറയാനില്ല, ഒരു അടിപൊളി ബുയ അടിക്കാൻ വേണ്ടി ഗൈസ് നൈസായിട്ട് അങ്ങ് ബുയ അടിക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. എല്ലാം നമ്മുടെ കയ്യിലല്ലല്ലോ ഗൈസ്. അങ്ങനെ അവൻ നമ്മളെ അടിച്ച് കൊന്ന് നമ്മളുടെ ബുയ പോയിട്ടുണ്ട്. എന്തായാലും സങ്കടമില്ല. നമുക്ക് പ്ലാറ്റിനം 3 ആയ സന്തോഷത്തിൽ കില്ല് എത്ര എടുത്തെന്ന് നോക്കാം. 13 കില്ലും 13 കില്ലും 5000 ഡാമേജ് എടുത്തിട്ടുണ്ട്. അലൈവ് 2 ആയിട്ടുണ്ട്. ക്ലോസ് ആണ്. എന്തായാലും കുഴപ്പമില്ല, സാരമില്ല. നമുക്ക് ലോബിയിൽ പോവാം. ലോബിയിൽ വേണ്ടി എൻ്റെ ചങ്ക് മച്ചാന്മാർ വെയിറ്റിംഗ് ആയിരിക്കും. ആരെങ്കിലും ടീമിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് കളിക്കാം. ഇതെന്തായാലും പരീക്ഷയൊക്കെ വരികയല്ലേ, നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുക. 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഒരു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇതുപോലത്തെ അടിപൊളി സോളോ സ്ക്വാഡും അതുപോലെ മറ്റ് വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. എല്ലാവരും ലൈക്ക് കൂടെ ചെയ്താൽ ഒരുപാട് സന്തോഷമായിരിക്കും. ബൈ ഗൈസ്, പിന്നൊരു വീഡിയോയിൽ കാണാം.